ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ വിശേഷം ഇതിൽ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇടയിൽ ഭൂരിപക്ഷം ആളുകളിൽ പരാതിയാണ്, എനിക്ക് ടെൻഷനാണ്, ഞാൻ എന്താ ചെയ്യുക, ഇതിനെന്താ ഒരു മാർഗം അല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെന്താ ഒരു പ്രതിവിധി എന്നുള്ളതാണ്. എനിക്കറിയുന്ന കുറേ പേര് ഈ മെഡിസിന് അത് കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ ടെൻഷൻ കുറയാൻ വേണ്ടി മെഡിസിൻ കഴിക്കുന്നവരെ ഉണ്ട്. കാരണം അത്രത്തോളം അവർക്ക് ഡിപ്രഷൻ മോഡിലേക്കും അത്രത്തോളം നമ്മൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഡോക്ടറുടെ സഹായം തേടുന്ന ഒരുപാട് വ്യക്തികളെ എൻ്റെ ചുറ്റിലുമുണ്ട് കേട്ടോ. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ മെഡിസിനൊക്കെ കഴിച്ച് സൈഡ് എഫക്റ്റ് വരാതെ നമ്മുടെ ടെൻഷൻസ് നമുക്ക് എങ്ങനെ കുറക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്, വർക്കിനൊന്നും പോകാത്ത സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കൊന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അവർ വല്ലാത്തൊരവസ്ഥയിൽ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പലരും ഹോസ്പിറ്റലിൽ വരെ തേടി ഇറങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. ഏതായാലും അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും നമ്മൾക്ക് പോകാതെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡിനെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ടെൻഷൻ പല രീതിയിലുണ്ടല്ലേ. കുറേ പേർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ടെൻഷൻസ് ഉണ്ട്, കുറേ പേർക്ക് രോഗങ്ങൾ, അതായത് എപ്പോഴും അസുഖങ്ങളാണ്, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാണ്, അങ്ങനെയുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. മറ്റു ചിലർക്ക് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗം കുറേ പേരുണ്ട്. മറ്റൊരു പേർക്ക് എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ നമുക്ക് പടച്ചിറന്ന് തന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ടെൻഷൻ. അങ്ങനെ പല രീതിയിലും പലർക്കും ടെൻഷൻസ് ഉണ്ടല്ലോ. അപ്പം ആ ടെൻഷൻസൊക്കെ നമുക്ക് എത്രത്തോളം നമ്മളെ മൈൻഡിനെ റിലാക്സ് ആക്കാം എന്നുള്ളതാണ്. ഞാനതിന് ഫസ്റ്റ് നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നന്നായിട്ട് കരയുക. ഒരാളോട് പോലും പരാതി പറയാതെ, അല്ലെങ്കിൽ ഒരാളോട് പോലും അവതരിപ്പിക്കാതെ നമ്മളെ ടെൻഷൻസ് സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രം കരഞ്ഞുകൊണ്ട് തീർക്കുക. അവനോട് ഓരോ കാര്യങ്ങൾ എണ്ണി പറയുക. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പേര് എന്നോട് വീണ്ടും പറയാറുണ്ട്, പടച്ചോനെ നമ്മളിന് എത്ര ദുആ ചെയ്തിട്ട് കാര്യമില്ല, എത്ര നാളായി നമ്മൾ ദുആ ചെയ്യുന്നത്, ഇതിനെന്താ ഒരു ഉത്തരം കിട്ടാത്തത്, നമ്മൾ പ്രയാസപ്പെടിയാണല്ലോ കടന്നു പോകുന്നത്. പക്ഷെ അതല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം നമ്മുടെ സൃഷ്ടാവ് തരും എന്നുള്ള രീതിയിൽ അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തുക, മുന്നോട്ട് പോവുക. മറ്റൊന്ന് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്, നമുക്ക് എത്രയും ക്ലോസ് ആയവരോട് മാത്രം നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ് ആവാം, ആരെയും ആവാം. നമുക്ക് അത്രയും ക്ലോസ് ആവുന്നവരോട് മാത്രം നമ്മളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക. ഒരു പക്ഷേ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് കേട്ടുമ്പോൾ നമുക്ക് എണീച്ച് നിൽക്കാനുള്ള ഒരു ഊർജ്ജം തീർച്ചയായിട്ടും കിട്ടും. മറ്റൊന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലാക്കി എൻഗേജ്ഡ് ആവുക. ഞാനീ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കും, എന്തിനാണ് ഈ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്ത അല്ലെങ്കിൽ മുന്നേ ചെയ്ത കുഞ്ഞു വർക്കുകളാണ് കേട്ടോ. ഇപ്പോൾ സമയമൊന്നും കിട്ടാറില്ല, ഒന്നും ചെയ്യാറുമില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാതെ, രാവിലെ എണീക്കുന്ന മക്കളെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന എന്നതിലുപരി നമ്മളെ വിഷമങ്ങൾ കുറയ്ക്കുക. നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുക, ബിസി ആയിരിക്കുക. ഒരിക്കൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന രീതിയിൽ നിൽക്കാതിരിക്കുക. കുഞ്ഞി ഇവിടെ സ്കൂളിൽ പോയിട്ടില്ല, അവന് പനിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റൊന്ന്, ഇത് കാണുന്നുണ്ടോ, ഇതെൻ്റെ ഒരു കുഞ്ഞു ഡയറിയാണ് കേട്ടോ. അപ്പം ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തായാലും നല്ലതായാലും മോശമായാലും ഞാൻ വെക്കാറുണ്ട്, ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പം എഴുതാൻ വേണ്ടി തീരെ താല്പര്യമില്ലാത്ത വ്യക്തികൾ പോലും നമുക്ക് ഇതുപോലുള്ള ഒരു സ്വകാര്യമായ ഒരു പുസ്തകം നമ്മൾ ഏറ്റവും നല്ലൊരു സുഹൃത്തായി മാറ്റുക. അതിലേക്ക് നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും പ്രകടിപ്പിക്കുക. നമുക്ക് കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങൾ അതിൽ പങ്കുചേർക്കുക. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മുന്നേ എഴുതി വെച്ചതൊക്കെ നമ്മൾ അത് വായിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ 100-ൽ 90% വരെ നിങ്ങൾക്ക് മനസ്സിനെ റിലാക്സ് ആക്കാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നു മുതൽ നിങ്ങൾ മൂകയായി ഇരിക്കാതെ, നിങ്ങൾക്ക്
ഉള്ള കഴിവുകൾ പുറത്തെടുത്ത് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇപ്പോൾ ഫോണിൽ വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് എല്ലാ ആപ്പും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമ്മളതൊക്കെ കുറേ അധികം നേരം നോക്കുമ്പോൾ തലവേദന എടുക്കും, മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇഷ്ടപ്പെട്ടവരുമായി വല്ലപ്പോഴും കൂടിച്ചേരുക, അവരോട് നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളും ഷെയർ ചെയ്യുക. എൻ്റെ ഉമ്മ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മോളെ നമ്മളെക്കാളും ചെറിയവരെ കണ്ട് വേണം നമ്മൾ വളരാൻ വേണ്ടത്. നമ്മളെക്കാളും താഴ്ന്നവരെ കണ്ട് വളരുമ്പോൾ നമുക്ക് തന്ന അനുഗ്രഹം എത്രത്തോളം ആണെന്ന് നമുക്ക് ആ ഒരു സമയത്തെ നമുക്കതിൻ്റെ വില മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, ഒരിക്കലും കൂടി നമ്മളെക്കാളും ഉയർന്നു നിൽക്കുന്നവരെ നമ്മൾ കുറിച്ച് അവരെ കുറിച്ചിട്ട് ഏവിലാതി ആകാണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നോർത്ത് അതും ഓർത്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാകും. ചേഞ്ചുകൾ ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനിയും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത്രയൊക്കെ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞു പോലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.